നമസ്കാരം കൂട്ടുകാരെ, 2023 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഹെഡ് ഹണ്ടറിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 1823 ബോർണിയോ ഐലൻഡ് കാണിച്ചുകൊണ്ടാണ്. അവിടുത്തെ ഡയാക് ഗോത്രവർഗക്കാർ അന്ന് അങ്ങോട്ടേക്കെത്തിയ മറ്റൊരു ഗോത്രവർഗക്കാരനെ ഓടിച്ചിടുകയായിരുന്നു. ഡയാക് ഗോത്രവർഗക്കാർ ഓടിച്ചിട്ടവർ ജീവനും കൊണ്ട് മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവരൊരു മലഞ്ചെരുവിൽ വന്നുപെട്ടു. അവിടെ നിന്ന് മുമ്പോട്ട് പോകുവാൻ ഇടമില്ല. അങ്ങനെ പെട്ടവരിൽ ഒരാളായിരുന്നു ലാങ് എന്ന വ്യക്തി. ഡയാക് ഗോത്രവർഗ മെമ്പേഴ്സിനെതിരെ ലാങ് തിരിച്ചു നിന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുത്താൻ പാടാ, നിന്റെയൊക്കെ തല നാം വെട്ടിയെടുക്കും എന്ന മട്ടിൽ ലാങ് അവരെ വെല്ലുവിളിച്ചു. മരണം വരെ പോരാടുവാൻ ലാങ് ഒരുക്കവുമായിരുന്നു. എതിരാളികളുടെ തല വെട്ടിയെടുക്കുക എന്നുള്ളത് ബോർണിയോ ഐലൻഡിലെ ഒരു ട്രഡീഷനായിരുന്നു. അയാളുടെ വെല്ലുവിളി കേട്ട് ഡയാക് ട്രൈബിന്റെ അപ്പോഴത്തെ നേതാവായ സാൻഡായി തന്നെ മുമ്പോട്ട് കയറി ചെന്നു. വളരെ പെട്ടെന്ന് തന്നെ എതിരാളിക്കെതിരെ പോരടിച്ച് ലാങ്ങിനെ പരാജയപ്പെടുത്തി ലാങ്ങിന്റെ തല തന്നെ വെട്ടിയെടുത്തു. കഥ അവിടെ നിന്നും സാൻഡായി നേതാവായിട്ടുള്ള ഗോത്രവർഗത്തിന്റെ പ്രധാന ഇടത്തേക്ക് തിരിയുകയാണ്. വളരെ വലിയ ലോങ് ഹൗസുകളിലായിരുന്നു ആ ഗോത്രവർഗം താമസിച്ചുകൊണ്ടിരുന്നത്. തന്റെ ഫാമിലിയെ സാൻഡായി പൊന്നുപോലെ നോക്കിയിരുന്നു. തന്റെ ഡ്യൂട്ടിയുടെ കാര്യത്തിലും കാര്യനിർവഹണത്തോടെ ഏറെ കൃത്യതയോടെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സാൻഡായിക്ക് 2 ആൺമക്കളുണ്ട്. മെലിങ് എന്നും ലിങ്ക എന്നുമാണ് അവരുടെ പേരുകൾ. തുടർച്ചയായി ആയുധ പരിശീലനത്തിനും വേട്ടയാടൽ പരിശീലനത്തിനും മറ്റുമായി സാൻഡായി അവരെ കാടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. പരിശീലനം നടന്ന ഇടവേള സമയങ്ങളിൽ കാടിനുള്ളിൽ തന്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കുവാൻ പോകുവാൻ സാൻഡായി മക്കളെ അനുവദിക്കും. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു മീനയെന്നും സിയയെന്നും പേരുള്ള 2 പെൺകുട്ടികൾ. അങ്ങനെ ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം ഒന്നിച്ചുള്ളപ്പോൾ കാടിനുള്ളിലെ വാട്ടർഫോളിൽ കളിക്കാൻ പോകാം എന്ന മട്ടിൽ മെലിങ് അവരെ ക്ഷണിച്ചു. 4 പേരും ഒന്നിച്ച് വെള്ളച്ചാട്ടമുള്ള ഇടത്തേക്ക് പോയി. സന്തോഷത്തോടെ അവരവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു. അന്ന് മെലിങ് മറ്റുള്ളവരോട് ഒന്നിച്ച് ഒരു പ്രോമിസ് ചെയ്തു. അവർ 4 പേരും എല്ലായ്പ്പോഴും ഒന്നിച്ചുണ്ടാകുമെന്നും സന്തോഷത്തോടെ കഴിയുമെന്നുമായിരുന്നു അത്. എന്തിനേറെ പറയുന്നു, മീനയോട് ഇഷ്ടമുണ്ടായിരുന്ന മെലിങ് അവൾക്കായി ഒരു ഹോൺബിൽ ഹാർട്ട് വരെ കൊടുത്തു. അന്ന് അവരൊന്നിച്ച് ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചിരുന്നു. പക്ഷേ മറുവശത്ത് മെലിങ്ങിന്റെ അമ്മയാകട്ടെ അത്ര നേരമായും മക്കളെ കാണാത്തതിൽ വളരെ പരിഭ്രാന്തയായി തുടങ്ങിയിരുന്നു. ഗോത്രവർഗക്കാർ പലയിടത്തും അന്വേഷിച്ചു. പക്ഷേ പതിവിടങ്ങളിലൊന്നും അവരെ കാണാതെ തിരികെ എത്തി. അങ്ങനെ ഇവരും ആശങ്കയിൽ നിൽക്കെ അങ്ങോട്ടേക്ക് മെലിങ്ങും ലിങ്കയും മീനയും സേയും എത്തുകയാണ്. മെലിങ്ങിന്റെ അമ്മ വളരെയധികം ക്ഷുഭിതയായി കഴിഞ്ഞിരുന്നു. മെലിങ്ങിനെ വലിച്ചിഴച്ച് കുറേയധികം ആ അമ്മ തല്ലാൻ ആരംഭിച്ചു. വേഴാമ്പലിനെ വേട്ടയാടുകയായിരുന്നു അവനെന്നുകൂടി കേട്ടതും അമ്മയ്ക്ക് വലിയ ദേഷ്യം വന്നു. അമ്മ മെലിങ്ങിനെ പൊതിരത്തല്ലാൻ ആരംഭിച്ചു. തന്റെ സഹോദരനെ അങ്ങനെ മർദ്ദിക്കുന്നത് കണ്ടു നിൽക്കാൻ ലിങ്കയ്ക്ക് സാധിക്കുമായിരുന്നില്ല. മെലിങ്ങിന് മുകളിലേക്ക് മറിഞ്ഞ് അമ്മയുടെ അടിയിൽ കൂടുതലും ലിങ്ക ഏറ്റുവാങ്ങി. ഗോത്രത്തലവനും അവരുടെ അച്ഛനുമായ സാൻഡായി എത്തിയതിന് പിന്നാലെയായിരുന്നു ആ തല്ലുകൾ നിന്നതുപോലും. ലിങ്കയുടെ ശരീരത്തിൽ തല്ലുകൊണ്ട മുറിപ്പാടുകൾ കണ്ട് സാൻഡായിക്ക് ദുഃഖം വന്നിരുന്നു. സാൻഡായി തന്റെ പ്രിയപ്പെട്ട മകന്റെ പുറത്ത് മരുന്ന് പുരട്ടി കൊടുത്തു. സാൻഡായിക്ക് ലിങ്കയോട് മകനെപ്പോലെ വാത്സല്യം ഉണ്ടായിരുന്നെങ്കിലും സാൻഡായുടെ ഭാര്യയ്ക്ക് അത്തരത്തിൽ ലിങ്കയെ വലിയ കാര്യമൊന്നുമായിരുന്നില്ല. അതിനൊരു കാരണവുമുണ്ട്. ലിങ്ക അവരുടെ ദത്തുപുത്രനാണ്. സാൻഡായിക്ക് ലിങ്കയെ കാടിനുള്ളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയതായിരുന്നു. തന്റെ മകൻ മെലിങ്ങിനോടായിരുന്നു സാൻഡായുടെ ഭാര്യയ്ക്ക് പ്രിയം. ആ വേർതിരിവ് അവരെപ്പോഴും കാണിച്ചിരുന്നു. പക്ഷേ സാൻഡായാകട്ടെ ഒരിക്കൽ പോലും തന്റെ 2 മക്കളെയും വേർതിരിച്ചു കണ്ടിട്ടില്ല. അടുത്ത ദിവസം സാൻഡായും മെലിങ്ങും മാർഷൽ ആർട്സ് പ്രാക്ടീസ് നടത്താൻ ആരംഭിച്ചു. ലിങ്കയ്ക്ക് പുറത്തേറ്റ പരിക്കുകൊണ്ട് അന്ന് പരിശീലനത്തിന് അവൻ അങ്ങോട്ടേക്ക് പോയിരുന്നില്ല. ഒരു ഇടവേളയിൽ സാൻഡായി മകൻ മെലിങ്ങിനോട് സംസാരിച്ചു നിൽക്കെ തന്റെ ആയുധമെടുത്ത് മെലിങ്ങിനെ കാണിച്ചു. അതിനെപ്പറ്റി അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ആ ആയുധത്തിൽ ഒരുപാട് പാടുകളുണ്ടായിരുന്നു. അതിനെപ്പറ്റി മെലിങ് ചോദിച്ചപ്പോ ഓരോ തവണയും ഓരോ എതിരാളിയെയും കൊലപ്പെടുത്തുമ്പോൾ അതിൽ ചാർത്തപ്പെടുന്ന പാടുകളാണത് എന്ന് സാൻഡായി മെലിങ്ങിനോട് പറഞ്ഞു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് മറ്റൊരു ഗോത്രത്തിൽ നിന്നുമുള്ള കുറെ പോരാളികൾ എത്തിച്ചേരുന്നത്. സാൻഡായെ വെല്ലുവിളിച്ച് അപമാനിച്ചുകൊണ്ടായിരുന്നു അവരുടെ വരവ്. വന്നിരുന്ന ആ സംഘത്തിന്റെ തലവൻ റാങ്കി എന്നുപേരുള്ള ഒരു വ്യക്തിയായിരുന്നു. റാങ്കി സാൻഡായെ പോരിന് വെല്ലുവിളിച്ചു. അവിടെ വെച്ചാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. റാങ്കി മുമ്പ് സാൻഡായി കൊന്ന ലാങ്ങിന്റെ സഹോദരനാണ്. തന്റെ സഹോദരന്റെ മരണത്തിന് പ്രതികാരം തീർക്കലാണ് റാങ്കിയുടെ വരവിന്റെ ഉദ്ദേശം. മികച്ച പോരാളിയായിരുന്ന സാൻഡായി വെല്ലുവിളി സ്വീകരിച്ചു. പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്.
തുടങ്ങുകയാണ്. തന്റെ എതിരാളികളിൽ ഓരോരുത്തരെയും സാൻഡായി പരാജയപ്പെടുത്തി വീഴ്ത്താൻ ആരംഭിച്ചു. പക്ഷേ ആ സമയത്താണ് റാങ്കിയുടെ കൂടെ വന്നൊരു വ്യക്തി മെലിങ്ങിനെ കടന്നുപിടിക്കുന്നത്. മെലിങ്ങിനെ കത്തിമുനയിൽ ബന്ദിയാക്കി നിർത്തിയ അയാൾ സാൻഡായി തിരിച്ചടിച്ചാൽ മെലിങ്ങിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. തന്റെ മകന്റെ സുരക്ഷയോർത്ത് സാൻഡായി അതോടെ അവർക്ക് കീഴ്പ്പെടുകയാണ്. തന്റെ മകനെ വെറുതെ വിടണം എന്ന് സാൻഡായി ആവശ്യപ്പെടുകയും ചെയ്തു. സാൻഡായെ റാങ്കിയുടെ ആളുകൾ മുഴുവൻ പിടിച്ചു നിർത്തി. റാങ്കി സാൻഡായുടെ തലയറുത്തെടുത്തു. മെലിങ്ങിന്റെ കൺമുമ്പിൽ വെച്ചിട്ടായിരുന്നു അച്ഛൻ കൊല്ലപ്പെട്ടത്. അച്ഛന്റെ തല വെട്ടിയെടുത്ത് എതിരാളിയായ പോരാളി കൊണ്ടുപോവുകയും ചെയ്തു. അപമാനവും ദുഃഖഭാരവും മെലിങ്ങിനെ ബാധിച്ചിരുന്നു. അച്ഛന്റെ വാളെടുത്ത് അവൻ ഉയർത്തിപ്പിടിച്ചു. റാങ്കിക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നവന്റെ ഉള്ള ആളിക്കത്തുന്നുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾ തന്നെ കടന്നുപോയി. മെലിങ്ങും ലിങ്കയും സിയയും മുതിർന്നവരായി മാറിക്കഴിഞ്ഞിരുന്നു. മെലിങ്ങിന്റെ ഉള്ളിൽ അപ്പോഴും അച്ഛനെ കൊന്നവനെതിരെയുള്ള പ്രതികാരം ആളിക്കത്തിക്കൊണ്ടിരുന്നു. റാങ്കിയെ കൊടുക്കണം എന്ന് തീരുമാനിച്ച അവൻ റാങ്കി വരുന്ന വഴിയിൽ റാങ്കിയെ കൊല്ലാൻ പാകത്തിന് കെണികൾ ഒരുക്കുവാനും ആരംഭിച്ചിരുന്നു. പക്ഷേ മെലിങ് അങ്ങനെ കെണികൾ ഒരുക്കുമ്പോൾ ലിങ്ക അവനെ തടഞ്ഞു. അങ്ങനെ ഉണ്ടാക്കുന്ന കെണികൾ നിരപരാധികളായ ആളുകളെ ബാധിച്ചാലോ എന്നായിരുന്നു ലിങ്ക ചോദിച്ചത്. പക്ഷേ ഏറെ ദേഷ്യത്തിലും കോപത്തിലുമായിരുന്ന മെലിങ് അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. പലയിടത്തായി അവൻ കെണികൾ സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ ഗോത്രവർഗത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ അവരുടെ ട്രഡീഷണൽ ലീഡർ വിളിച്ചുകൂട്ടുകയാണ്. അവരുടെയൊക്കെ ധീരത തെളിയിക്കുവാൻ സമയം വന്നിരിക്കുന്നുവെന്നും എതിരാളികളെ കണ്ടെത്തി അവരെ പോരടിച്ച് കൊലപ്പെടുത്തി അവരുടെ തല വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ധീരന്മാരാണെന്ന് തെളിയിക്കേണ്ട അവസരം എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അത്തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവർ ഗോത്രവർഗത്തിന് മുമ്പിൽ തികഞ്ഞ യോദ്ധാവായി മാറുമായിരുന്നുള്ളൂ. അടുത്ത ദിവസം ചെറുപ്പക്കാരായ ആ പയ്യന്മാർ കാടിനകത്തേക്ക് എതിരാളികളെ കണ്ടെത്താൻ പുറപ്പെട്ടു. ആ സമയത്താണ് മെലിങ്ങിന് പെട്ടെന്നൊരു വയറുവേദന വരുന്നത്. അതുകൊണ്ട് പോയ സംഘത്തിൽ നിന്ന് മാറി മെലിങ് നിന്നു. മെലിങ്ങിന് കൂട്ടായി ലിങ്കയും അതോടെ സംഘത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നീട് ഒന്നിച്ചു മുമ്പോട്ട് പോയ ലിങ്കയ്ക്കും മെലിങ്ങിനും രാത്രി തങ്ങുവാൻ ഒരു ഗുഹ കിട്ടി. അന്ന് രാത്രി മുഴുവൻ ആ ഗുഹയിൽ ചിലവഴിച്ചവർ അടുത്ത ദിവസം പുലർച്ചെ തങ്ങളുടെ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ വളരെയധികം വിഷമുള്ള ഒരു പാമ്പിനെ അവർക്കെതിരിടേണ്ടതായി വന്നു. മെലിങ് ആ പാമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ പാമ്പിന്റെ തല തന്നെ വെട്ടിയെടുത്ത് തന്റെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തു. അച്ഛൻ പണ്ട് പഠിപ്പിച്ച ഒരു കാര്യം മെലിങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പാമ്പിന്റെ തല വെട്ടിയെടുത്ത് അവൻ സൂക്ഷിച്ചത്. വൈകാതെയാണ് മറ്റു ഗോത്രവർഗത്തിലെ ആളുകൾ അങ്ങോട്ടേക്ക് അവരെ ആക്രമിക്കാൻ എത്തുന്നത്. പിന്നെ അവിടെ നടന്നത് ഒരു കനത്ത പോരാട്ടമായിരുന്നു. മാർഷൽ ആർട്സിൽ മികച്ചവനായ ലിങ്ക വളരെ എളുപ്പത്തിൽ എതിരാളികളോട് പോരടിച്ചു. പലരെയും പരാജയപ്പെടുത്തി. മറുവശത്ത് മെലിങ്ങാകട്ടെ തനിക്ക് കിട്ടിയ ശക്തനായ എതിരാളിയോട് പോരടിക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ എതിരാളി വെള്ളത്തിൽ അവന്റെ തലമുക്കി അവനെ കൊല്ലാൻ ശ്രമിക്കുക പോലും ചെയ്തു. പെട്ടെന്നാണ് തന്റെ കയ്യിലുള്ള പാമ്പിന്റെ തലയുടെ കാര്യം മെലിങ് ഓർത്തത്. അതെടുത്ത് അതുപയോഗിച്ച് എതിരാളിയുടെ കഴുത്തിൽ മെലിങ് കടുപ്പിച്ചു. ശരീരത്തിലേക്ക് പാമ്പിന്റെ വിഷം പാഞ്ഞതും എതിരാളി വീക്കായി. ആ നിമിഷം ഉപയോഗിച്ച് മെലിങ് അയാളോട് പൊരുതാൻ ആരംഭിച്ചു. അയാളെ കൊല്ലുവാൻ വാളേന്തി മെലിങ് തയ്യാറായി നിന്നു. പക്ഷേ അച്ഛനെ കൺമുമ്പിൽ വെച്ച് കൊന്നത് കണ്ട ട്രോമ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് മെലിങ്ങിനെ തലവെട്ടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ലിങ്ക അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. മെലിങ്ങിനെ മാറ്റി നിർത്തി വാളുവാങ്ങി ലിങ്ക അയാളുടെ തല വെട്ടിയെടുത്തു. മെലിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്ത് കേറുകാട്ടുക മാത്രമല്ല, താൻ വെട്ടിയ തല മെലിങ്ങിന് കൈമാറി അയാളെ കൊന്ന് തല വെട്ടിയത് നീയാണ് എന്ന് പറയണം എന്നും ലിങ്ക അവനോട് ആവശ്യപ്പെട്ടു. ഗോത്രത്തിനു മുമ്പിൽ മെലിങ് ധീരനായ യോദ്ധാവായി കാണപ്പെടാൻ ലിങ്ക അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. തങ്ങൾക്കൊന്ന് വെട്ടിയെടുത്ത് എതിരാളികളുടെ തലകളുമായി മെലിങ്ങും ലിങ്കയും അവരുടെ ഇടത്തിലേക്ക് തിരികെ എത്തി. ട്രഡീഷണൽ ലീഡർ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു. കറതീർന്ന യോദ്ധാക്കൾ എന്ന പട്ടം അവർക്ക് ചാർത്തി കൊടുത്തു. യോദ്ധാക്കളായി മാറ്റപ്പെടുന്നവർക്ക് ഗോത്രത്തിന്റെ പാരമ്പര്യ രീതിയിൽ ശരീരത്തിൽ പ്രത്യേക ടാറ്റുകൾ കുത്തപ്പെടുമായിരുന്നു. ഗോത്രത്തിലെ ഓരോ യുവാവിനെയും സംബന്ധിച്ചിടത്തോളം അത് അത്രമേൽ വലിയ കാര്യമായാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ അത്രമേൽ സന്തോഷിച്ചിരുന്നു. മെലിങ്ങിന്റെ അച്ചീവ്മെന്റിലും മെലിങ് യോദ്ധാവായി മാറിയതിലും മിനയേറെ സന്തോഷിച്ചു. അത്രനാളും തന്റെ പ്രണയം പറയാതിരുന്ന മിന മെലിങ്ങിനോട് പ്രണയം പറഞ്ഞു. വൈകാതെ അവരുടെ വിവാഹ നിശ്ചയവും നടക്കുകയാണ്. ഇതേ സമയം മറുവശത്താകട്ടെ മെലിങ്ങിന്റെ അച്ഛനെ കൊന്ന് പഴയ ഗോത്രത്തലവനെ കൊന്ന്
റാങ്കിയുടെ ഗോത്രം ഭക്ഷണമില്ലാത്തതുകൊണ്ടും മറ്റും കഷ്ടപ്പെടുകയായിരുന്നു. മറ്റു ഗോത്രങ്ങൾ ആക്രമിച്ച് ഭക്ഷണം സ്വന്തമാക്കാനും അവിടം പിടിച്ചെടുക്കാനും റാങ്കിയും സംഘവും ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഡയാക് കൈബൺ ട്രൈബിന്റെ ഇടത്തേക്കും കടന്നുകയറി അവരെ കൊലപ്പെടുത്തി വളക്കൂറുള്ള അവരുടെ മണ്ണ് പിടിച്ചെടുക്കാം എന്ന തരത്തിൽ സംസാരം അവർക്കിടയിൽ വന്നു. പക്ഷെ ആ ഗോത്രവർഗത്തിനെ ഒറ്റയ്ക്ക് ചെന്നെതിരിടൽ അത്ര എളുപ്പമല്ല. റാങ്കി അതുകൊണ്ട് തന്നെ തനിക്കറിയാവുന്ന കടൽ കൊള്ളക്കാരുടെ സഹായം തേടി. പക്ഷേ റാങ്കിയുടെ കടൽ കൊള്ളക്കാരുമായുള്ള ആ മീറ്റിംഗ് ഒക്കെ ഐബാൻ ഡയാക് ട്രൈബിലെ ചില ചെറുപ്പക്കാർ കണ്ടിരുന്നു. അവർ അത് ഗോത്രത്തലവനെ അറിയിച്ചു. അതോടെ ട്രഡീഷണൽ ലീഡറും താൽക്കാലിക ഗോത്രത്തലവനുമായ വ്യക്തി അവിടുത്തെ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടുകയാണ്. റാങ്കിയുടെ സംഘം എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തിനെത്തുമെന്നും എതിരിടാൻ തയ്യാറായി നിന്നോളാനും യോദ്ധാക്കളായി അവരോട് അദ്ദേഹം ഉപദേശിച്ചു. അടുത്ത ദിവസം തന്നെ ആ പോരാട്ടം അരങ്ങേറുകയും ചെയ്തു. ഡയാക് കൈബാനിലെ യോദ്ധാക്കൾ റാങ്കിക്കും കടൽ കൊള്ളക്കാർക്കുമെതിരെ പോരടിച്ചു. ശക്തമായ പോരാട്ടം തന്നെ നടന്നു. ശക്തമായ പോരാട്ടത്തിനിടയിൽ റാങ്കിക്കെതിരെ മെലിംഗ് പരാജയപ്പെട്ടു വീണിരുന്നു. മെലിംഗിന്റെ തല വെട്ടുവാൻ റാങ്കി അവന് നേരെ നടന്നെടുക്കാൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ അത് കണ്ട മിന തന്റെ ഫിയാൻസിയെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് ഓടിയെടുത്തു. ഇതേ സമയം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ലിംഗ കടൽ കൊള്ളക്കാരുടെ തലവനെ തന്നെ കൊലപ്പെടുത്തിയിരുന്നു. റാങ്കിയുടെ ആത്മധൈര്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതായിരുന്നു അത്. അതോടെ റാങ്കിയും സംഘവും അവിടെ നിന്ന് പിന്മാറുകയാണ്. മെലിംഗ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു ദിവസം മെലിംഗ് കാടിനുള്ളിൽ വിശ്രമിക്കുമ്പോൾ അവന് നേരെ ഒരു പൊതി വന്നു വീണു. മെലിംഗ് നോക്കുമ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് തന്റെ പ്രിയപ്പെട്ട കാമുകി മിനയുടെ തലയായിരുന്നു. മിനയെ കൊന്ന് വെട്ടിയെടുത്ത തല ആരോ അവന് നേരെ എറിഞ്ഞതായിരുന്നു. മെലിംഗ് കോപം കൊണ്ട് വിറച്ചലറി വിളിച്ചു. റാങ്കിയായിരിക്കും ആ ക്രൂരകൃത്യം ചെയ്തത് എന്നായിരുന്നു മെലിംഗ് ആദ്യമേ ചിന്തിച്ചത്. ദേഷ്യത്താൽ വിറകൊണ്ട് റാങ്കിയുടെ ഇടത്തേക്ക് മെലിംഗ് വെച്ചുപിടിച്ചു. ആ ഇടത്തേക്ക് കടക്കുന്ന വഴിയിലുണ്ടായിരുന്ന ഓരോ ഗോത്രവർഗക്കാരനെയും മെലിംഗ് കൊലപ്പെടുത്തി. ഒടുവിൽ റാങ്കിക്ക് മുമ്പിലേക്കും മെലിംഗ് വന്നു ചേരുകയാണ്. റാങ്കി അപ്പോൾ മദ്യപിച്ച അവശതയിലായ നിലയിലായിരുന്നു. തന്റെ ഫിയാൻസിയെ കൊന്നത് റാങ്കിയല്ലേ എന്ന മട്ടിൽ മെലിംഗ് റാങ്കിയെ ചോദ്യം ചെയ്തു. പക്ഷേ താനൊരു യഥാർത്ഥ യോദ്ധാവാണെന്നും പെണ്ണുങ്ങളെ ആക്രമിക്കില്ല എന്നുമായിരുന്നു റാങ്കി മെലിംഗിനോട് പറഞ്ഞത്. പക്ഷെ റാങ്കിയുടെ വാക്കുകൾ കേൾക്കുവാൻ മെലിംഗ് ഒരുക്കമായിരുന്നില്ല. ഈ സമയം തന്നെ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരുന്ന പണ്ട് റാങ്കി വെട്ടിയെടുത്ത് കൊണ്ടുവന്ന തന്റെ അച്ഛന്റെ തലകൂടി കണ്ടതും മെലിംഗിന്റെ നിയന്ത്രണം വിട്ടു. റാങ്കിക്കെതിരെ മെലിംഗ് ആക്രമണം തുടങ്ങുകയാണ്. റാങ്കി മെലിംഗിനേക്കാൾ ഏറെ കരുത്തുറ്റ യോദ്ധാവാണ്. പക്ഷേ അന്ന് റാങ്കി മദ്യപിച്ചിരുന്നതുകൊണ്ട് റാങ്കിക്ക് മേൽ മേൽക്കൈ നേടാൻ മെലിംഗിന് സാധിച്ചു. ഒടുവിൽ റാങ്കിയുടെ തല വെട്ടിയെടുത്ത് തന്റെ അച്ഛന്റെ തലയും വീണ്ടെടുത്ത് അതുമായി മെലിംഗ് തന്റെ ഗോത്രത്തിലേക്ക് വന്നെത്തുകയാണ്. ട്രഡീഷണൽ ലീഡർ അത് കണ്ട് അതിശയിച്ചിരുന്നു. തങ്ങളുടെ ഗോത്രത്തിന് പുതിയ യോദ്ധാവ് വന്നെത്തിയിരിക്കുന്നു എന്ന ആ നിമിഷം ട്രഡീഷണൽ ലീഡർ ഉറപ്പിച്ചു. ഡയാക് കൈബൺ ട്രൈബിന്റെ യഥാർത്ഥ യോദ്ധാക്കളുടെ തലവനായി അന്ന് മെലിംഗ് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. വൈകാതെ അതിന്റെ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ചടങ്ങുകൾ നടക്കുമ്പോൾ മെലിംഗ് ഒരു കാഴ്ച കണ്ടു. തന്റെ ഫിയാൻസിയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് ലിംഗ ധരിച്ചിരിക്കുന്നതായിരുന്നു അത്. കൊല്ലപ്പെട്ട തന്റെ ഫിയാൻസി മീനയുടെ കയ്യിൽ കിടന്നിരുന്ന ആ ആഭരണം എങ്ങനെയാണ് അവന്റെ കയ്യിൽ വന്നത് എന്നത് മെലിംഗിനെ ആശയക്കുഴപ്പത്തിലാഴ്ത്തി. റാങ്കി പറഞ്ഞതുകൂടി കൂട്ടി വായിച്ചപ്പോൾ ഇനി തന്റെ സഹോദരൻ ലിംഗ തന്നെയായിരിക്കുമോ മിനയെ കൊലപ്പെടുത്തിയത് എന്നുവരെ അവൻ ചിന്തിക്കാൻ ആരംഭിച്ചു. ആ സമയമാണ് അവൻ അരികിലേക്ക് സിയ വന്നടക്കുന്നത്. അന്നൊരു ദിവസം മിനയും ലിംഗയും തമ്മിൽ ചെറിയ വാക്കുതർക്കവുമൊക്കെ ഉണ്ടാകുന്നത് താൻ കണ്ടു എന്ന് സിയ പറഞ്ഞതും ലിംഗ തന്നെയാകും മിനയെ കൊന്നത് എന്ന് ചിന്തിച്ചുറപ്പിച്ച മെലിംഗ് കോപം കൊണ്ട് വിറച്ച് ലിംഗക്കെതിരെ പൊരുതുവാൻ പാഞ്ഞെടുത്തു. ലിംഗക്കെതിരെ മെലിംഗ് ആക്രമണം നടത്താൻ തുടങ്ങി. പക്ഷേ ലിംഗ മെലിംഗിനെ തിരികെ ആക്രമിച്ചില്ല. ഓരോ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. പക്ഷേ നിർഭാഗ്യവശാൽ ലിംഗയെ ആക്രമിക്കാനുള്ള മെലിംഗിന്റെ ശ്രമത്തിനിടയിൽ പണ്ട് റാങ്കിയെ കൊലപ്പെടുത്തുവാൻ മെലിംഗ് തന്നെ ഒരുക്കിയിരുന്ന പല കെണികളിലൊന്നിൽ അവൻ തന്നെ വീഴുകയാണ്. കെണിയിൽ വീണയവൻ മരണത്തോട് മല്ലിടാൻ ആരംഭിച്ചിരുന്നു. ലിംഗ ഇറങ്ങി അവനെ പൊക്കിയെടുത്ത് മാറ്റിക്കിടത്തി. ആ സമയം മീനയെ കൊന്നതിനെപ്പറ്റി മെലിംഗ് ചോദിച്ചപ്പോ താനല്ല മീനയെ കൊന്നത് എന്ന് ലിംഗ അവനോട് പറഞ്ഞു. പക്ഷേ മെലിംഗ് അത് ചെവികൊള്ളാൻ ഒരുക്കമായിരുന്നില്ല. ആ സമയമാണ് അങ്ങോട്ടേക്ക് സിയ ഓടിയെടുക്കുന്നത്. മരണത്തോട് മല്ലിടുന്ന മെലിങ്ങിനെ കണ്ട് അവളാകെ അസ്വസ്ഥയായിരുന്നു. അവിടെ വെച്ച് സിയ തന്നെ സത്യം പറയുകയാണ്.
ചെറുപ്പം തൊട്ടേ സിയക്ക് മെലിങ്ങിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ മെലിങ് ഇഷ്ടപ്പെട്ടതാകട്ടെ മിനയെയും. ആത്മാർത്ഥമായി താൻ പ്രണയിച്ചിട്ടും മെലിങ് തന്നെ പ്രണയിച്ചില്ല. എളുപ്പത്തിൽ മിനയ്ക്കൊക്കെ കിട്ടുന്ന കണ്ടതും അവൾക്ക് സഹിച്ചില്ലെന്നും മിനയെ താനാണ് ദേഷ്യത്തിൽ കൊലപ്പെടുത്തിയത് എന്നും സിയ ആ നിമിഷം വ്യക്തമാക്കി. അത് കേട്ടതും ദേഷ്യത്തിൽ സിയയുടെ തലവെട്ടുവാൻ ലിംഗ വാളെടുത്തു. പക്ഷേ മെലിങ് ലിംഗയെ തടഞ്ഞു നിർത്തി. മരണപ്പെട്ടുപോയ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു യഥാർത്ഥ യോദ്ധാവ് ഒരാളുടെ തലയെടുക്കുന്നതിനേക്കാളും തന്റെ പ്രിയപ്പെട്ട ഒരാൾക്കു വേണ്ടി ജീവൻ കൊടുക്കുന്നതിലാകും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നതായിരുന്നു അത്. മരിക്കുന്നതിനു മുമ്പ് തന്റെ തല വെട്ടിയെടുത്ത് അഭിമാനത്തോടെ മരിക്കുവാൻ തന്നെ അനുവദിക്കാൻ മെലിങ് ലിംഗയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെട്ടാലോ മരിച്ചാലോ മാത്രമേ യഥാർത്ഥ ഒരു യോദ്ധാവായി മെലിങ്ങിനെ ഗോത്രം അംഗീകരിക്കുമായിരുന്നുള്ളൂ. തന്റെ പ്രിയ സഹോദരന്റെ തലവെട്ടാൻ ലിംഗ മടിച്ചു നിന്നു. പക്ഷേ മെലിങ് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ തന്റെ സഹോദരൻ ഇനി ജീവിക്കില്ല എന്ന് മനസ്സിലായതും പ്രിയപ്പെട്ട സഹോദരന്റെ അവസാന ആഗ്രഹം ലിംഗ നിറവേറ്റാൻ ഒരുങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയുധമെടുത്ത് ലിംഗ അതിന് തയ്യാറായി. ചെറുപ്പം തൊട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങളും അവന്റെ ഉള്ളിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. മെലിങ്ങിന്റെ മരണത്തോടെ ലിംഗ അവന്റെ തലവെട്ടുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.